നമസ്കാരം. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന കുറേ പേരുടെ ഒരു കോമൺ ഡൗട്ടാണ് നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമ്മൾ വീട്ടുകാരായും അയൽക്കാരായിട്ടും സംസാരിക്കുന്നതുകൊണ്ടോ ഇടപഴകുന്നതുകൊണ്ടോ എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന്. ആക്ച്വലി ക്യാൻസർ ട്രീറ്റ്മെൻറ്റോ പകരുന്ന ഒരു പ്രക്രിയയല്ല. പകരം ഈ സന്ദർഭങ്ങളിൽ നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. ശുശ്രൂഷിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് വല്ല പനി, ചുമ, ജലദോഷം, ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ട് വല്ല സിംറ്റംസ് ഉണ്ടെങ്കിൽ കീമോതെറാപ്പി എടുക്കുന്ന പേഷ്യൻസിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുക. ആ ഇൻഫെക്ഷൻ മാറുന്നത് വരെ. ഇതുമൂലം നമുക്ക് ആ ഇൻഫെക്ഷൻ ക്യാൻസർ പേഷ്യൻസിന് വരാതിരിക്കാൻ സഹായിക്കും. ഇതുപോലെ തന്നെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴും മാറി നിൽക്കേണ്ടതോ മാറ്റി നിർത്തേണ്ടതോ ആയിട്ടോ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. റേഡിയോ ഐസോട്ടോപ്പ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മൊഡാലിറ്റി ഉണ്ട്. കോമൺലി തൈറോയ്ഡ് ക്യാൻസേഴ്സിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരിൽ നിന്ന് റേഡിയേഷൻ രശ്മികൾ വരുന്നത് കൊണ്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ഐസൊലേഷൻ പീരീഡ് ഉണ്ട്. ഈ സിറ്റുവേഷനിൽ മാത്രമാണ് നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് ഒരു പെർട്ടിക്കുലർ ഐസൊലേഷൻ പീരീഡായിട്ട് നമ്മൾ പറയുന്നത്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എല്ലാവരുടെയും വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സ്നേഹവും പരിചരണവും പ്രാർത്ഥനയും ഒക്കെ വേണം. എന്നാലേ ഇതിനെ മറികടന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ കെയർ വിത്ത് കമ്പാഷൻ ആയിരിക്കണം നമ്മുടെ മോട്ടോ.